ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലത്തെ വീഡിയോ കാണാത്തോല് പോയി കാണാം. അപ്പം ഇന്നലത്തെ ബാക്കി വീഡിയോ ആണ്. അപ്പം നമ്മൾ ഓവനി വാനൊക്കെ നമ്മളെ ഫ്രണ്ടിന്റെ ഷോറൂമിൽ കൊടുത്തിന്. ഇവിടെയാണ് കൊടുത്തത്. നമ്മൾ സ്ഥിരം വരുന്ന ഷോറൂമിൽ തന്നെ നമ്മളെ ബീച്ച് സൈഡിൽ നിന്ന് എടുത്തു കൊടുന്നതിന്, ബീച്ചിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു വന്നതിന് ഓവനി വാൻ. അപ്പം നമ്മൾ നന്നാക്കാൻ കൊടുത്തിന്. അപ്പം ഇവിടെ നന്നാക്കിയൊക്കെ അടിപൊളിയാക്കി വെച്ചിരിക്കണം. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ആ വീഡിയോ കാണാത്തോല് ഞാൻ താഴത്ത് ലിങ്ക് കൊടുക്കാം, അത് പോയി കണ്ടിട്ട് ഇത് കാണാം. അപ്പം അത് അടിപൊളി വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് തരാം. അപ്പം എന്നിട്ട് ഇത് കാണാം. ഗൈസ്, അപ്പം ഇതാണ് ഓവന് നമ്മൾ കളറൊക്കെ ചെറുതായിട്ട് മാറ്റിക്കണം. നമ്മൾ വൈറ്റ് ചെയ്യുന്ന കളറും ആ ഒരു വൈറ്റ് ഒരു വെണ്ണൂർ കളർ കഴിഞ്ഞപ്പോൾ നമ്മൾ മാറ്റിക്കാണ് നീല അടിച്ചിടും. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ബോസിന്റെ ബിൽഡിംഗൊക്കെ ഇനി പോയോക്കാം. ബോസിനോട് ചോദിച്ചു നോക്കാം, ബോസിന് വേണം ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചോക്കാം. നമ്മൾ ബോസാണ് ഇത് പറഞ്ഞത്, ബീച്ച് സൈഡിൽ ഉണ്ട് എന്ന് നമ്മളോട് ബോസാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നേരെ ബിൽഡിംഗ് ഒക്കെ വേണം ബോസിനോട് ചോദിച്ചോക്കാം ഇത് എന്താ ചെയ്യേണ്ടത്. നമുക്ക് നേരെ ബോസിന്റെ ബിൽഡിംഗൊക്കെ പോവാം. ഗൈസ്, അങ്ങനെ ബോസിന്റെ ബിൽഡിങ്ങിലൊക്കെ എത്തിക്കണം. നമുക്ക് നേരെ ഇവിടെ ഇറങ്ങിയാണ് ബോസിനോട് ചോദിച്ചു നോക്കാം, ഈ വണ്ടി ഇപ്പം എന്താ ചെയ്യേണ്ടത്, ബോസിന് വേണം ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു നോക്കാം. ഏകദേശം ബോസിനോടൊക്കെ ചോദിച്ചപ്പോൾ ബോസ് പറഞ്ഞു തൽക്കാലത്തിന് നമ്മളോട് ഉപയോഗിച്ചാനാ പറഞ്ഞു. ബോസിന് ആവശ്യം ഉണ്ടാകുമ്പോൾ പറയേണ്ടത് ഇതൊരു ഗുണ്ടാസ് വണ്ടിയാണ്, അടിപൊളി വണ്ടിയാണ്. അപ്പൊ ബോസിന് നമ്മൾ തൽക്കാലത്തിന് എടുക്കാനാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഐലൻഡ് മേങ്ങിക്കല്ല മേങ്ങിക്കണം. അപ്പൊ ഞങ്ങൾക്ക് കാച്ചില്ല. അപ്പൊ നേരെ വീഡിയോക്ക് പോകാം, വീട്ടിലേക്ക് പോവാം. അത് നമ്മൾ റോട്ടിൽ നിന്ന് പോകാം. നമ്മൾ അടിപൊളി വണ്ടിയാണ്, ഇന്റീരിയറൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അപ്പൊ നല്ല സ്പീഡുള്ള വണ്ടിയാണ്, സ്പീഡൊക്കെ നോക്കി അപ്പൊ നല്ല സ്പീഡൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിട്ട് അപ്പൊ നമ്മളൊന്ന് കോളേജൊക്കെ തുറന്നു. നമ്മൾ കുറെ ദിവസമായി ഇപ്പൊ കോളേജിലേക്കൊക്കെ പോയിട്ട് ഇതാണ് ഇപ്പൊ നമുക്ക് കോളേജ് തുറന്നിട്ട് 2-3 ദിവസം ആയിക്കണം. കോളേജിലേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ കോളേജിലേക്കും പോകണം. അപ്പൊ ഏതായാലും വീട്ടിലൊക്കെ എത്തിക്കണം. നേരെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് നേരെ കോളേജിൽ പോകാം. ഏകദേശം കോളേജ് ടൈമൊക്കെ കഴിക്കണം. അപ്പം നേരെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നേരെ കോളേജിലേക്ക് പോകാം. പക്ഷേ അങ്ങനെ വണ്ടി ഇവിടെ നിർത്തിയില്ല, നമുക്ക് ബോസിന് ആവശ്യം ഉണ്ടാവും. ബോസ് നമ്മൾ തൽക്കാലത്തിന് ഉപയോഗിക്കാനാണ് തന്നെ. നമുക്ക് നേരെ ജിമ്മിന് പോകാം. ജിമ്മിലൊന്ന് കുറേ കാലമായി പോയിട്ട് നമുക്ക് നേരെ ജിമ്മിന് പോകാം. വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ കുറേ കാലം ഇപ്പം തിരക്കിലായിട്ട് ജിമ്മിനൊന്നും പോകില്ല. നമുക്ക് ഏതായാലും ജിമ്മിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കാണാം. ഹലോ ഗൈസ്, അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഏതായാലും കോളേജ് സമയം ആയിക്കണം. ഏകദേശം 2-3 മിനിറ്റ് നേരം വൈകി. അപ്പം നമ്മൾ ഫ്രഷ് ആകുമ്പോഴത്തേന് നല്ല നേരം പോകും. അപ്പം നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ട് നമുക്ക് നേരെ ഫ്രഷ് ആയിട്ട് പോകാം. നമുക്ക് ഈ വണ്ടി ഒന്നും എടുക്കാൻ നമുക്ക് നേരെ KGF ബൈക്കില്ലേ അതെടുത്താണ് നമുക്ക് നേരെ പോകാം. നമ്മൾ KGF ബൈക്ക് ഒന്ന് കൊണ്ടുപോയിട്ട് നമ്മളെ വെക്കേഷൻ ടൈമിൽ നമുക്ക് KGF ബൈക്കൊക്കെ കിട്ടിയത്. അപ്പം നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി നമുക്ക് നേരെ ഇനി കയറാൻ അധികം സമയമൊന്നുമില്ല. നമ്മൾ ജിമ്മിന് കുറെ സമയം അവിടെ നിന്ന് അപ്പം നമുക്ക് നേരെ ഫ്രഷ് ആയിട്ട് ഈ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് നേരെ പോകാം. ഏകദേശം ഡ്രസ്സൊക്കെ മാറി നമുക്ക് KGF ബൈക്കൊക്കെ സെറ്റാക്കി വെച്ചിക്കണം. ഈ വണ്ടി ഇവിടെ തൽക്കാലത്തിന് നിന്നോട്ടെ. പക്ഷെ നമുക്ക് നേരെ ഇനി കോളേജിലേക്ക് പോയിട്ട് എന്നിട്ട് ഞാൻ ആ ബിൽഡിംഗ് കാണിച്ചു തരാം. ബീച്ച് സൈഡിന്റെ നടുക്കായിട്ടാണ്, നമുക്ക് നേരെ കാണിച്ചു തരാം. പക്ഷെ നമുക്ക് നേരെ ഏതായാലും കോളേജിൽ പോകാം. ഏകദേശം ഇപ്പം നല്ല സമയം വൈകിക്കണം, കുറെ ആൾക്കാരെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. ഏകദേശം അങ്ങനെ കോളേജിലൊക്കെ എത്തി. പക്ഷെ ഇവിടെ കുറെ ആൾക്കാർ എല്ലാവരും റിച്ച് ആയി തോന്നുന്നുണ്ട്. ഏതായാലും എല്ലാവരും വണ്ടി ഇട്ട പോലെ തന്നെ ഞാനും ഇടട്ടെ വളച്ച് കണ്ട്. പക്ഷെ എല്ലാവരും വളച്ച് കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് പോകാം ഇങ്ങനെ വളച്ചെടുത്തിരിക്കണം. അപ്പൊ ഇവിടുത്തെ വണ്ടികളൊക്കെ കാണിച്ചിട്ട് പക്ഷെ നമ്മളെ കോളേജൊക്കെ റിച്ച് ആയി തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരും കുറെ വലിയ വലിയ വണ്ടികളായിരുന്നു വന്നെങ്കിലും ആദ്യമൊക്കെ ഇങ്ങനെ ഒരു വണ്ടികളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മളെ കോളേജിൽ എല്ലാവരും റിച്ച് ആയിരുന്നു തോന്നുന്നു. ഏതായാലും ഇങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് സമയമില്ല, നമ്മൾ വണ്ടി ഒന്നും നോക്കാമില്ല, നമുക്ക് നേരെ കോളേജിലേക്ക് നേരെ പോകാം. ഈ കോളേജ് എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല, ആദ്യത്തെ കോളേജാണ്, നമ്മൾ പ്രാവശ്യം പോയിട്ടുള്ളൂ. നമുക്ക് ആദ്യത്തെ വെക്കേഷനത്തെ കഴിഞ്ഞ കോളേജ്. കോളേജിൽ നമ്മൾ എല്ലാം മുങ്ങിയിട്ട് കുറെ ആൾക്കാർ നമ്മളൊപ്പം മുങ്ങിന്. ഇനി കുറെ ആൾക്കാർ കോളേജിലുണ്ട്. കോളേജ് സുഖമില്ല ഗൈസ്, നമ്മൾ ആദ്യമായിട്ട് പോയോണ്ട് ഇപ്പൊ കുറെ വെക്കേഷൻ സമയത്ത് പെട്ടെന്ന് പോയോണ്ട് ഒരു രസമില്ല. അപ്പൊ അങ്ങനെ കോളേജിൽ നിന്ന് വല്ല മുങ്ങിയിരിക്കണം വണ്ടി എടുത്ത്. ഇനി ഞാൻ കാണിച്ചു തരാം. ബീച്ച് സൈഡിലേക്ക് നമ്മൾ നേരെ സ്പീഡ് കത്തിച്ച് പോവാണ്. നമുക്ക് നേരെ ബീച്ച് സൈഡിൽ എത്തിയിട്ട് നമുക്ക് നേരെ കാണാം. ആ ഗൈസ്, അങ്ങനെ ബീച്ച് സൈഡിൽ ഇവിടുന്ന് കണ്ടിട്ട് തന്നെ മനസ്സിലായി ഒരു മിനി സൂപ്പർ മാർക്കറ്റാണ് നമ്മൾ മേങ്ങിയത് ഗൈസ്. അപ്പൊ നമ്മൾ ഇതിൽ ഒരു മാർക്കറ്റ് മേങ്ങിയിട്ട് അടുത്ത മാർക്കറ്റൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കാനുള്ള പ്ലാനിൽ നമ്മൾ മേങ്ങിക്കണ്. അപ്പൊ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മാർക്കറ്റ് ഉണ്ടാക്കണ്ടെന്ന്. അപ്പൊ നമുക്ക് ഇവിടെ ബോട്ടിൽ നമുക്ക് നേരെ നീന്തി പോകേണ്ടി വരും. നീന്തി അവിടെ വരെ പോകട്ടെ. ഏകദേശം അങ്ങനെ നമ്മൾ നീന്തി ഏകദേശം നടുക്ക് എത്തിക്കണം. ഇനി കുറച്ചും കൂടെ പോകാനുള്ളൂ. ഏകദേശം അങ്ങനെ ഏകദേശം എത്തിക്കണം. നമുക്ക് നേരെ കയറിയാണ് കാണിച്ചു തരാം. പക്ഷെ ഇതാണ് ഒരു മിനി മാർക്കറ്റ്. അപ്പൊ നമ്മൾ ഇതാണ് മേങ്ങിക്കുന്നത്. അപ്പൊ ഇനി നമ്മള് ഇനി മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കണേക്കാരം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് മേങ്ങിയത്. അപ്പൊ ഇനി ആരെങ്കിലും മാർക്കറ്റ് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ഓരോരുത്തുനിന്ന് മേങ്ങുകയും ചെയ്യാം. അപ്പൊ ഞാൻ ഒന്നായിട്ട് കാണിച്ചു തരുന്നതായിട്ട് നമുക്ക് ഇനി ഇവിടെ ഡെക്കറേഷൻ ചെയ്യാം. തൽക്കാലത്തിന് ഇങ്ങനെയാണ്. ഇവിടെ എന്തൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇത് കുഴപ്പമില്ല, നല്ല രസമുണ്ട് മാർക്കറ്റൊക്കെ. ഇനി എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾക്ക് ബോസും നമ്മളും കൂടെ ഇതാക്കിയാണ്ട് എന്തെങ്കിലും മാർക്കറ്റ് ചെയ്യുന്നുണ്ടാകുന്ന അറിയാം. നമ്മൾ തൽക്കാലത്തിനൊന്ന് മേങ്ങിട്ടാണ് മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തൽക്കാലത്തിന് അവിടെ നിന്നോട്ടെ ഉണ്ടാക്കാം. പക്ഷെ ഇപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെയാണ്, ബാക്ക് സൈഡൊക്കെ ഇത്തിരി സ്ഥലമുള്ളൂ.
സൈഡാണ് അധികം സ്ഥലമുള്ളത്. ഈ സൈഡിൽ അത്ര സ്ഥലമില്ല, ആ സൈഡിൽ നല്ല സ്ഥലമുണ്ട്. അപ്പം നമ്മൾ ഇനി സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കും. പക്ഷേ നമുക്ക് നേരെ അപ്പുറത്തേക്ക് നേരെ പോകാൻ ഇനി അതേപോലെ നീന്തി പോകേണ്ടി വരും. പക്ഷേ അങ്ങനെ നമ്മൾ നീന്തി എത്താനായിരിക്കും. നമുക്ക് നേരെ ആടി കയറാം. പക്ഷേ ഇവിടെ ബോട്ടൊന്നും ഇല്ലാതെ നമ്മൾ നീന്തിയ പോയത്. പക്ഷേ അപ്പം നിങ്ങൾ താഴെ കമൻറ്റ് കഴിഞ്ഞ് മേലെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കണം. അപ്പം നെക്സ്റ്റ് നല്ല വീഡിയോ കാണാം. ബൈ.